ആരാണത്? ഏതോ ഒരുത്തൻ എന്നെ കണ്ടപ്പോ ഓടിക്കളഞ്ഞു. ഇത് അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. പടച്ചോനെ, അപ്പൊ കളി തുടങ്ങിയ? കളി എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അടിച്ചു പൊളിച്ച്. അത് നീ പറഞ്ഞത് ഉള്ളയാ ജോൺസ. എന്തുവാ ജോൺസ? മാത്തച്ചോ ചായ എടുത്ത്. അയ്യേ, ഇത് പഴുത്തില്ലല്ലോ. എന്തുവാടോ ഇത്? പഴുക്കാത്ത കായൊക്കെ കൊണ്ടുവന്ന് തല്ലിക്കൊന്നേച്ചും കെട്ടിത്തൂക്കിയിരിക്കുക. അതോടോ? അതെ അതെ. ഒരു കാര്യം പറയാം, രണ്ടുപേരും കേൾക്കാനാ പറയുന്നത്. ചായക്കടയിൽ വരുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ കിടന്ന് ചിറ്റടിക്കരുത് ഇന്നാളത്തെ പോലെ. പഠിച്ചു പോയല്ലോ. മൂപ്പിക്കല്ലേ. താൻ കടയും വടിയെല്ലാം പിറക്കിയെടുത്തോണ്ട് വന്ന പോലെ അങ്ങ് ചിറ്റമ്പള്ളിക്ക് പോയേണ്ടി വരുവേ. താനേ അങ്ങ് തെക്കോന്ന് വന്ന് ഇവിടെ കിടന്ന ആളാവല്ലേ. ഇത് പാങ്ങപ്പാറ വേറെയാ. ഇവിടെ ഞങ്ങള് തീരുമാനിക്കും ആര് കട നടത്തണം, ആര് കട നടത്തണ്ടെന്ന്. അത്രേ ഉള്ളു. വിൽസോ, അങ്ങനെയൊന്നും പറയല്ലേ. തിണ്ണമൂച്ചടിക്കാനേ ഇവിടെ പെറ്റി വീണവരാരും ഇവിടെ ഇല്ല. എല്ലാരും തെക്കുന്ന് വടക്കുന്നൊക്കെ വന്നവരാ. ഇയാള് ചരിത്രമൊന്നും പറയണ്ട. ഇയാൾ ഇന്നാളത്തെ തെക്കൻ കാറ്റിന് വന്നതാ. തെക്കൻ കാറ്റായാലും വടക്കൻ കാറ്റായാലും ഇവിടെ മേലടങ്ങി പണിഞ്ഞിട്ടാ എല്ലാരും ജീവിക്കുന്നത്. അല്ലാതെ ആരോടും മെക്കിട്ട് കയറിയിട്ടും ചിറ്റടിച്ചിട്ടൊന്നും അല്ല ആരും ഇവിടെ അരി വാങ്ങുന്നത്. ഇതെന്തോടെ മാത്തച്ച, കല്ലേ വെച്ച വാഴയാണോ? ഇതിന്റെ കായെല്ലാം ചെറുവരല് പോലെ. കാറ്റ് വീണ വാഴയാ. തെക്കൻ കാറ്റ് വീണാലേ മണ്ട ചീഞ്ഞു പോവും. ചുമ്മാ ഒരു കാറിച്ച ചെവ. ഇത് വാഴക്കാന്ന് എഴുതി വെക്കണം കേട്ടോ. അല്ലയോടാ വിൽസ? എന്നാടോ തനിക്ക് വന്നേ. ജോൺസണും വിൽസണും ആണോ നിൽക്കുന്നേ? അതെ സാർ. അല്ലല്ലേ. എടാ ജോൺസ, നമ്മളെ കാണാൻ വേണ്ടി വന്നതാ സാർ. ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. നമസ്കാരം സാറേ. സാർ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. എടാ വിൽസോ, ഒരു പഴ വിരിഞ്ഞ സാറിനെ അങ്ങോട്ട് കൊണ്ടുവരാ. സാർ തിന്നോണ്ടിരിക്കട്ടെ. സാമൂഹ്യ സാറിന് ഞങ്ങളെ അറിയാൻ വയ്യെങ്കിലും ഞങ്ങൾക്ക് സാറിനെ അറിയാതിരിക്കാൻ പറ്റുമോ? ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങ് പരിചയപ്പെടാം. ഇല്ലയോ സാറേ? ഞാനാ ജോൺസൺ. ഞാനാ വിൽസൺ. രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അയ്യോ, ഇത് പറയാനാണോ സാർ ഇവിടെ വരെ വന്നേ? വല്ലതും കാര്യം പറഞ്ഞയച്ചാ പോലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണത്തില്ലായിരുന്നു. ഇല്ലയോടാ വിൽസൺ? എന്തായാലും വന്നതല്ലേ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. തഞ്ചം കൊടുക്ക് സാറേ. സാറ് സമാധാനമായിട്ട് അങ്ങോട്ട് കേറിയിരിക്കും. ഒരു മാതച്ചോ, ഒരു പുതുക്കൻ ചായ സാറിന് അങ്ങോട്ട് ഒഴിച്ചാ. ഒരു പുതുക്കൻ ചായ ഒഴിച്ച് അങ്ങോട്ട് പോണ്. രണ്ടുപേരും വരുന്നോ അതോ പണി ഉണ്ടാക്കി വെക്കോ? ഇതാ ഈ പോലീസുകാരോടൊന്നും പറ്റാത്ത. സാർ ഒരു പണി എടുക്കണ്ട. വരുന്നതും പോന്നതൊക്കെ നമുക്ക് പിന്നീട് പറയാം. നമ്മളിപ്പോ പരിചയപ്പെട്ടല്ലേ ഉള്ളു. സാർ ഒരു കാര്യം ചെയ്യും, ഒരു ചായയും കുടിച്ചോണ്ട് അങ്ങോട്ട് ഇരുന്നാട്ടെ. നിനക്ക് ചായ ഞാൻ തരാം. വണ്ടിയിലോട്ട് കേറാ. എന്താടാ എന്നെ കൂടെ അങ്ങോട്ട് തള്ളു. എന്നാ പിന്നെ സാറിന്റെ കാര്യം കേട്ടാട്ടെ. ഞങ്ങൾ വരുന്നില്ല. സാറ് ഞങ്ങളെ കൊണ്ടുവാങ്ങി ഒന്ന് കൊണ്ടുപോയാട്ടെ. അത്രയ്ക്കായി. അല്ലേ, എന്തോ നോക്കി പേടിപ്പിക്കുന്നേ. ഞങ്ങളെ സാറങ്ങോട്ട് അങ്ങ് കൊല്ല്. കഴുത്ത് ചരിച്ചങ്ങ് കൊല്ല്. കൊന്നേച്ച് പൊതപ്പിച്ചെടുത്തോണ്ട് പൊക്കൂ, അല്ലാതെ നടക്കത്തില്ല സാറേ. മെനെ ഉണ്ടാക്കി വെക്കല്ലേ, വരുന്നത് രണ്ടിനും നല്ലത്. ഈ സാറിന് മലയാളം അറിയത്തില്ലയോ?
കൊല്ലണേ സാറേ ഞങ്ങളെ. ആ ഞങ്ങളെ കൊന്നേച്ചേ കൊണ്ടുപോകാൻ പറ്റൂ. എന്നാ സാറേ എന്നെ അങ്ങ് കൊല്ലേ, കൊങ്ങാക്കി പിടിച്ചങ്ങ് കൊല്ലേ. വേണ്ടേ എല്ലാരും നോക്കിക്കോ, സാറ് ജോൺസണെയും വിൽസണെയും കൊല്ലാൻ പോവാ. കൊന്നേച്ചും തലവെട്ടി വെക്കാൻ പോവാ. എല്ലാവരും കണ്ടോണം, സാറ് ഞങ്ങളെ നാവിക്കിട്ട് ഇടിച്ച് കൊല്ലാൻ പോവാ. പിന്നെ കണ്ടില്ല കണ്ടില്ല എന്നാരും പറയരുത്. സാറ് ഞങ്ങളെ തലവെട്ടി വെക്കാൻ പോവാ. എല്ലാരും കണ്ടോണം. കൊല്ല് കൊല്ല് സാർ, എന്നെ ഞങ്ങൾ കൊല്ല്. അടിയോടോ അടി, അങ്ങനെ അടി, ഊക്കം പോലെ ചിറ്റപ്പന്റെ അടി, അങ്ങ് കുറ്റി കഴിക്കലടി. ദാണ്ടെ ഈ സൈസ് ഒരു അടി ഇങ്ങോട്ടൂടെ ഒന്ന് വിട്ടേ സാറേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് സാറേ. ഈ ഉണ്ടയും കൂടെ ആയിട്ടും എനിക്ക് ഒന്നും പറ്റിയില്ല. ദാ ഇത് ഇനിയും കണ്ടോ. കെട്ടറത്തൂടേന് ഇത് മതി. പക്ഷെ സാറങ്ങ് പോ, വന്ന വഴിക്കങ്ങ് മണ്ണും മണപ്പിച്ച് പോ. ജോൺസോ പോടാ, ഇയാക്കിട്ട് കിളി കളിച്ചിട്ട് യാതൊന്നും ഇല്ലടാ. കുറച്ചുകൂടെ കൈമൂപ്പിച്ചിട്ട് വാ സാറേ, അപ്പോഴ് കാണാം. വേണ്ടേ ഇപ്പൊ നിക്കാനേ സമയമില്ല. പിന്നെ പണി ഒതുങ്ങുമ്പോ അങ്ങ് സ്റ്റേഷനിലോട്ടോ കുറ്റിപ്പറമ്പത്തോട്ടോ എവിടെ വേണേലും വരാം. പോടാ അടുക്കരുത്. അതേടാ ജോൺസാ, വന്ന് കേറ് ജോൺസാ. അങ്ങനെ അങ്ങ് പോയാലോ ജോൺസാ? അങ്ങനെ അങ്ങ് പോയാലോ ജോൺസാ? സർ, നമുക്ക് ചിലതൊക്കെ പറയാനുണ്ട്. അതൊക്കെ തീർത്തിട്ട് ടക്കേന്ന് അങ്ങ് പോവാം. എന്താ? സാറന്മാര് വന്നടാ. എന്താണ്ടടാ നമ്മളെ തൂക്കുവരത്തിലോട്ട് കൊണ്ടുപോകാൻ വന്നിരിക്കുവാ. വന്നു വാ, ഇങ്ങോട്ട് വാ സാറേ, വാ. ഞങ്ങള് സാറിനെ കാത്തിരിക്കുവല്ലായിരുന്നു. പിന്നെ ഓ, സാറ് വന്നിച്ചും വേണം ഞങ്ങൾക്കങ്ങ് ചാകാൻ. എഴുന്നേക്കടാ. ആണ്ടേ ഞാൻ പറഞ്ഞേക്കാം, ഇന്നലത്തെ പോലെ ചിറ്റഴിക്കല്ലേ, മേല് ചീത്തയാവേ. ചൂടാടാ. ഇനിയും അവന്മാര് പഠിച്ചിട്ടില്ല. ഇങ്ങോട്ട് ഇറങ്ങിവാടാ. ദേഹത്തോടരുത്, മാറിയെന്നോണം. സാറേ കപ്പക്കാശി ഒഴിച്ച് മേടിക്കല്ലേ, അപ്പഴപ്പഴ അപ്പച്ചുട്ടി ഞാൻ കുഴിയിലിടുവേ. രണ്ടിനെയും പിടിച്ച് പുറത്തിട്. ആ വന്നാട്ടെ വന്നാട്ടെ, വേഗം വന്നിരുന്നാട്ടെ. ആ കേറി ഇരുന്നാട്ടെ. കേറിയിരിക്കാം. വേണ്ട സാറേ, ഞങ്ങൾക്കിവിടെ പല പണിയോ. ദേണ്ടേ ഇതിനകത്ത് കയറി ഉണ്ടിറങ്ങിയൊന്നും ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഏമാന് വേണ്ട എന്താന്ന് പറഞ്ഞ അത് പറഞ്ഞ ഞങ്ങൾക്കങ്ങ് പാരുന്നു. എവിടെ പോവാനാ ജോൺസാ? നമ്മളൊക്കെ എന്നായാലും ഒന്നുപോലെ കഴിയാനുള്ളതല്ലേ? അല്ലെങ്കിൽ വിൽസൺ തന്നെ പറ. അതൊക്കെ അങ്ങ് പോട്ടെന്നേ. അല്ല, പുതുപ്പറമ്പത്തുകാർ ഇവിടെ വന്ന് സാറന്മാരുടെ കൂടെ താമസിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഒന്നുപോലെ താമസിച്ചേ പറ്റത്തുള്ളെങ്കിൽ വന്നോ സാറന്മാര് പുതുപ്പറമ്പത്തോട്ട്.
അല്ലേടാ ജോൺസാ? പിന്നല്ലാതെ പുതുപ്പറമ്പത്ത് എന്തുവാടാ? ഞങ്ങൾക്കെല്ലാം കെട്ടി താമസിക്കാൻ മാത്രം പെണ്ണുങ്ങളുണ്ടോടാ? ഛീ, എഴുന്നേൽക്കടി പറയുന്നത്. മതി, വലിയ വികാരമൊന്നും വേണ്ട. ഇത് പോലീസ് സ്റ്റേഷനാ, അല്ല നിങ്ങളുടെ പെമ്പിള വീടൊന്നുമല്ല. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഓ, എന്നാ പിന്നെ അങ്ങ് ചോദിക്കണം സാറേ. നമുക്ക് പിന്നെ കാണാവിടോ. എന്തോന്ന് കാണാടാ ഇടിച്ചിന്റെ റഷീദ്, കുടിയെ കുത്തിൽ ചൊറിഞ്ഞാൽ പിന്നെ കുടുംബക്കാരാണെങ്കിൽ ചോര തിളക്കില്ലേ ആർക്കും. പിന്നെ ഇതുപോലെ നെഞ്ചൂക്കും കൂടുണ്ടെങ്കിൽ പറയണോ? അല്ലേടോ ജോൺസൺ? പറഞ്ഞു കൊടുക്ക് സാറേ, അറിയാൻ മേലാത്തത് പറഞ്ഞു കൊടുക്ക്. അതെ കുടുംബത്തിന്റെ തൊങ്ങല് അതുള്ളവർക്കേ മനസ്സിലാവത്തു. അതെ. പിന്നല്ലാതെ അത് പറഞ്ഞു കൊടുക്കാൻ പാടാ. അപ്പൊ ജോൺസാ, കുടുംബക്കാരാണെങ്കിൽ നിങ്ങളുടെ ചോര തിളയ്ക്കും അല്ലോടോ വിൽസ? പിന്നെ തിളക്കത്തില്ലയോ? കർത്താവിനാണ് തിളയ്ക്കും. പുതുപ്പറമ്പത്തുകാര് മാനം കളഞ്ഞ് ജീവിക്കത്തില്ല. മാനം പോയി തൂങ്ങിച്ചാവൂ. അതിന് പേടിയൊന്നുമില്ല പുതുപ്പറമ്പത്തുകാർക്ക്. മാനം പോയാൽ ചാകാൻ പോകുന്നവർക്ക് മാനത്തിന് വേണ്ടി വല്ലവരും കൊല്ലാനും മടി കാണത്തില്ല. ഓ, ഒരു മടിയില്ല സാറേ. കൊന്നും ചത്തുമൊക്കെ ഇന്നേ കാലം ജീവിച്ചേ. ഈ കാണുന്ന ആളെ അറിയോ വിൽസൺ? ഇത് നമ്മുടെ ചത്തുപോയ റേഞ്ചർ. ചത്തതല്ല, കൊന്നത്. ആരാണ് ഇയാളെ കൊന്നത്? സാറ് ചോദിച്ചു കേട്ടില്ലടാ, പറയാനാ പറഞ്ഞേ. സാറിന് എന്തോ അറിയണ്ടേ? ചോദിച്ചതിന് ഉത്തരം പറ വിൽസ. പറയാൻ പറഞ്ഞ കേട്ടില്ലേ? എന്തോ പറയാനാ? പറയുന്നത് കേട്ടാ സാറിനെല്ലാം അറിയാവല്ലോ. പിന്നെ ഞങ്ങളോട് എന്തോ ഇങ്ങനെ ചോദിക്കുന്നത്? ഇയാളെ അറിയുമോ? അറിയുമോ ഇയാളെ? എത്തി. നീ പോയി നോക്കിട്ട് വാ. ഇവിടെ എങ്ങും ആരും ഇല്ലച്ചോ. മനുഷ്യന്റെ തരി പോലും ഇല്ലാത്തടത്ത് വന്ന് കുത്തിയിരുന്നേച്ച് എന്തോ എടുക്കാനാ? നീ കേരള മിസിന്റെ എന്താ അന്നാമോ? അന്നാമോ ഒന്ന് നിൽക്കാൻ, ഒന്ന് അന്നാമോ ഒന്ന് നിൽക്കാനാ. അന്നാമോ, നീ ഇതെന്തോ കാണിക്കുക? നീ ഇപ്പോ ആരോടാ ഈ മൂച്ച് കാണിക്കുന്നേ? അത് പറഞ്ഞേച്ചു മതി ഇനി എന്തും. അല്ലേ, പറയാനുള്ളത് പറഞ്ഞേച്ചു മതി ഇനി. നിനക്ക് ആരോടാ ഈ പിണക്കം? എനിക്ക് ആരോടും പിണക്കോ ഇണക്കോ ഒന്നും ഇല്ലച്ചോ. അച്ഛൻ വഴിന്ന് മാറി നിൽക്ക. അല്ലേ,
ഒറ്റ കൊമ്പെ പൊട്ടി അന്നാമ്മയ്ക്ക് ഇനി ആരോടാ ഇണക്കവും പിണക്കൊക്കെ? ആ, നീ പിന്നെന്തുവാ ഈ മതികേട് കാണിക്കുന്നേ? ഇവിടെ ആരാണ്ട് നിന്നോട് വല്ലതും ചെയ്തോ? അച്ഛൻ വഴിന്ന് മാറച്ചോ. അല്ലേ പുതുക്കമാണോ? അന്നാമ്മയ്ക്ക് ആരുമില്ലച്ചോ. പിന്നെ എന്തോത്തിനാ അന്നാമ്മ ദേഷിക്കുന്നേ? ഇണക്കത്തിനും പിണക്കത്തിനും ഒക്കെ നിൽക്കേണ്ടവര് പോയില്ലയോ അന്നാമ്മ ഇട്ടേച്ച്? ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് കഴിയാൻ അന്നാമ്മയ്ക്ക് ഇനിയിപ്പോ ആരുടെയും കൂട്ടും സ്നേഹവും ഒന്നും വേണ്ട. ഓ, അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ അന്നാമ്മയുടെ കൂടെ നടന്നിട്ട്? ഇനി ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കത്തുമില്ല. അന്നാമോ, ചോദിച്ചത് കേട്ടില്ലയോ? നീ ഇതെന്തെടുക്കാൻ പോവാന്ന്? ഞാൻ ഇത് ഇവിടെ ഇരിക്കാൻ പോവോ? അച്ഛൻ എന്താ തമ്പിയെ കണ്ടിട്ടേ അന്നാമ്മയ്ക്ക് നീ ഇരിക്കപ്പുറതേ ഉള്ളൂ.